പണപ്പെട്ടി മണി ബോക്സ് ഒരാൾ എടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞു ആരാണ് മണി ബോക്സ് എടുത്തതെന്ന് അറിയുമ്പോഴത്തേക്കും ഞാൻ വന്ന് ആ സ്പോട്ടിൽ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്നലെ ഒരു ഉറക്കമില്ലാത്തൊരു രാത്രിയായിരുന്നു. 2-3 മണി വരെ ഞാൻ അന്വേഷിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഇപ്പോഴാണ് കൺഫേംഡ് ആയിട്ട് നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്. പറയാം, പണപ്പെട്ടി ഒരാളെ എടുത്തിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ പണപ്പെട്ടി മണി ബോക്സ് എടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സായി കൃഷ്ണ. സീക്രട്ട് ഏജന്റ് മണി ബോക്സ് എടുത്തിരിക്കുകയാണ്. 5 ലക്ഷം, അതെ 5 ലക്ഷം സായി എടുത്തു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ മണി ബോക്സ് വെച്ച് ആദ്യത്തെ 10 മിനിറ്റിനകത്ത് തന്നെ കാര്യം കഴിഞ്ഞു. ആദ്യത്തെ 10 മിനിറ്റിനകത്ത് തന്നെ സായി മണി ബോക്സ് എടുത്ത് വെളിയിലായി എന്നാണ് അറിയാൻ പറ്റിയത്. ഇന്ന് നമുക്ക് ലൈവിൽ അത് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്, സായിക്ക് കുറച്ചേരോടെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ലൈവ് വരുമ്പോഴേ അറിയാവൂ. കാരണം ഇനിയിപ്പോൾ 5 ലക്ഷം അല്ല, മാറ്റി കുറച്ചുകൂടെ കൂടുതൽ വെച്ചേനെ ഒരു പക്ഷേ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ സായിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്നൊരു സംഭവം, സായിയും നന്ദനയൊക്കെ പുറത്തായ സ്ഥിതിക്ക് ഈ വോട്ടുകളെല്ലാം സിജോയ്ക്ക് കിട്ടും. കാരണം ഇവരെല്ലാം കൂടെ ഒറ്റ കെട്ടാണ്. അപ്പോൾ ചിലപ്പോൾ സിജോയുടെ പൊസിഷൻ കയറി വരാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. നോക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.